വലിയവനാം സെബസ്ത്യാനോ സഹദ തന്നാമം വാഴ്ത്തിടുന്നു നിൻ സുതരാം ഞങ്ങളെപ്പോഴും. യേശുവിൻ്റെ സ്നേഹിതനാം സഹദ തന്നാമം വാഴ്ത്തിടുന്നു നിൻ സുതരാം ഞങ്ങളെപ്പോഴും. യേശുവിനെ സ്നേഹിച്ചോനാം സഹദ തന്നാമം വാഴ്ത്തിടുന്നു നിൻ സുതരാം ഞങ്ങളെപ്പോഴും. ക്രൂശിതനാം യേശുവിനെ സ്വീകരിച്ചോനേ നിൻ നാമം വാഴ്ത്തിടുന്നു ഞങ്ങളെപ്പോഴും. സഹോദരങ്ങളെ, ജീവപ്രദമായ പരിശുദ്ധ ബലി സഭയ്ക്ക് മുഴുവന് വേണ്ടി അർപ്പിക്കുന്നതിന് ഞാൻ യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ പ്രാർത്ഥനകൾ കേട്ട് ബലിയിൽ പ്രീതിപ്പെടുകയും കൃപാന കൈക്കൊണ്ട് അവയോടുകൂടെ ഞങ്ങളെ സംബന്ധിക്കുകയും ചെയ്യട്ടെ. good.
പിതാവിനോട് ജീവനുള്ള പരിശുദ്ധാത്മാവിനോട് കൂടി ഒന്നുപോലെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനുമായ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെല്ലാവരും കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും പാർക്കുമോ. ശ്ലീഹായുടെ സ്തുതി, അവന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇതുവരെ പ്രതിപാദിച്ചു പിടിച്ച ഒരു ഇതാണ്. സ്വർഗത്തിൽ മഹിമയുടെ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ട്. അവൻ വിശുദ്ധ വസ്തുക്കളെ മനുഷ്യനിർമ്മിതമല്ലാത്തതും കർത്താവിനാൽ സ്ഥാപിതവുമായ സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനാണ്. പ്രധാന പുരോഹിതന്മാർ കാഴ്ചകളും ബലികളും സമർപ്പിക്കുവാനാണ് നിയോഗിക്കപ്പെടുന്നത്. അതിനാൽ സമർപ്പിക്കാനായി എന്തെങ്കിലും ഉണ്ടായിരിക്കുക അവനും ആവശ്യമായിരുന്നു. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ നിയമപ്രകാരം കാഴ്ചകൾ അർപ്പിക്കുന്ന പുരോഹിതന്മാർ അവിടെ ഉള്ളത് കൊണ്ട് പുരോഹിതനെ ആകുമായിരുന്നില്ല. സ്വർഗീയ വസ്തുക്കളുടെ സാദൃശ്യത്തെ നിഴലിനെയുമാണ് അവർ ശുശ്രൂഷിക്കുന്നത്. മോശ കൂടാരം തീർക്കാനൊരുങ്ങിയപ്പോൾ ദൈവം ഇപ്രകാരം അവനെ ഉപദേശിച്ചു: പർവ്വതത്തിൽ വെച്ച് നിനക്ക് കാണിച്ചു തന്ന മാതൃക അനുസരിച്ച് എല്ലാം ചെയ്യാൻ ശ്രദ്ധിച്ചു കൊള്ളുക. ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷക സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. പാർക്കുമോ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവേ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ
ലോകത്തിന് ജീവനരക്ഷയും പ്രസംഗിച്ച വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷത്തിൽ നിന്നും ഇഹലോകവാസകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. അവർ പോയി കഴിഞ്ഞപ്പോൾ പിശാച് ബാധിതനായ ഒരു ഓമന ജനങ്ങൾ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ പിശാചിനെ പുറത്താക്കിയപ്പോൾ ആ ഓമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു, ഇതുപോലൊരു സംഭവം ഇസ്രായേലിൽ ഒരിക്കലും കണ്ടിട്ടില്ല. എന്നാൽ ഫരിസേയർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. ശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നവരെ, ആരാധന വർഷത്തിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധരുടെ ജീവിതം, വിശ്വാസം പ്രഘോഷിക്കപ്പെട്ടു, അവർ അത് ജീവിച്ചു എന്നതിൻ്റെ ഓർമ്മയാണ് ഇന്നത്തെ ദിവസം നാം ആചരിക്കുക. വിശ്വാസ ജീവിതം പ്രഘോഷിക്കാനുള്ളതാണ്, ക്രിസ്തുവിന് വേണ്ടി ജീവൻ ബലി കഴിക്കുവാനുള്ളതാണ് എന്നുള്ള ഒരു സത്യം പ്രഘോഷിക്കുന്നതിനെയാണ് ഓർമ്മ തിരുനാൾ എന്ന് നാം ഉദ്ദേശിക്കുക. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിലൂടെ ആ ഒരു പരിശുദ്ധി കണ്ടെത്തി അത് വിശ്വസിച്ചു, സ്വന്തം ജീവൻ തന്നെ അതിനു വേണ്ടി ഹോമയാഗമായി അർപ്പിക്കുവാനായിട്ട് അവന് സാധിച്ചു എന്നതിൻ്റെ വലിയ കീർത്തിയാണ് നമ്മൾ പ്രഘോഷിക്കുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് വേണം തിരുനാളുകളെ നമ്മൾ കാണുവാനായിട്ട്. പലപ്പോഴും ആഘോഷത്തിൻ്റെ ഒരു തലത്തിലാണ് എല്ലാം, ബഹളങ്ങളും അതേപോലെ മറ്റു പല ഡെക്കറേഷൻസും കാര്യങ്ങളുമായിട്ട് തിരുനാളുകൾ ഒരു വലിയ മത്സരമായിട്ട് കൊണ്ടാടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ ഈ തിരുനാളിനെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് മാത്രം ചിന്തിക്കാം. 43 വർഷക്കാലമായി ഈ ദേവാലയത്തിൽ എൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ട്, ഈ 43 വർഷക്കാലം ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അനുഗ്രഹിച്ച നന്മകൾക്ക് നന്ദി അർപ്പിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, സഹനങ്ങളിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ കടന്നു വന്നപ്പോൾ ദൈവം എന്നെ സഹായിച്ച ആ വലിയ മാർഗങ്ങളും ദൈവത്തിൻ്റെ വഴികളും ഞാൻ തിരിച്ചറിയുവാൻ സാധിച്ചില്ലെങ്കിൽ തിരുനാളിന് അർത്ഥമില്ല. ദേവാലയത്തിലേക്ക് കടന്നു വന്ന് തിരുനാൾ നമ്മൾ ഓർക്കുമ്പോൾ ആദ്യമായി മനസ്സിൽ കടന്നു വരേണ്ട കാര്യം, എൻ്റെ ജീവിതകാലത്ത് എത്രമാത്രം ദൈവം എന്നെ നടത്തി അനുഗ്രഹിച്ചു, അതിനെത്രമാത്രം എനിക്ക് നന്ദി അർപ്പിക്കുവാൻ സാധിക്കുന്നു എന്നതാണ് തിരുനാളിൻ്റെ അടിസ്ഥാനമെന്ന് തിരിച്ചറിയുക. തിരുനാളിൽ നാം ആയിരിക്കുമ്പോൾ എല്ലാവിധമായ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഇടവകയ്ക്ക് നേരുകയാണ്. വായിച്ചു കണ്ട തിരുവചനത്തിനും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഊമനെ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. പക്ഷേ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് വചനം കൊണ്ട് നമുക്കിതിനെ കൂടുതൽ അടിസ്ഥാനപ്പെടുത്താം എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് 25-ാം സങ്കീർത്തനം 4-ാം വാക്യമാണ്. അവിടെ സങ്കീർത്തകൻ ഇപ്രകാരം പ്രാർത്ഥിക്കും, കർത്താവേ, നിൻ്റെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കുക, നിൻ്റെ പാത എനിക്ക് കാണിച്ചു തരും. അതാണ് അവിടെ പറയുന്ന തിരുവചനം. മാർഗങ്ങളും പാതകളും. പാതകളില്ല, ഒരു പാതയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഏത് പാതയാണ്? നമ്മുടെ ജീവിതത്തിൽ ഉള്ള ഏക പാത ഏതാണ്? ആരാ? സെബാസ്റ്റ്യാൻ സഹദ ആണോ? പിന്നെ
കർത്താവായ യേശു മിശിഹ സെബസ്ത്യാനോസ് സഹദാ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മാർഗം അതാണ്. ഒരു പാതയുള്ളൂ കർത്താവ്. അതാണ് നമ്മളുടെ മാർപ്പാപ്പ പ്രഘോഷിച്ചത്. പരിശുദ്ധ ദൈവമാതാവ് മധ്യസ്ഥയല്ല, റിഡംപ്റ്ററിസ്റ്റ് അല്ല എന്ന് പറയുന്നു. കാരണം മധ്യസ്ഥനായി മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിൽ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു മിശിഹായാണ്. വിശുദ്ധരെന്ന് പറയുന്നത് അവർ പുണ്യത്തിൽ അഭിവൃദ്ധി പ്രാപിച്ചു, അവർ പുണ്യം നിറഞ്ഞവരായി മാറി എന്നതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കർത്താവായ യേശു മിശിഹ എന്ന പാത ഞാൻ ഉറപ്പിച്ചു എന്നുള്ളതാണ്. മാർഗങ്ങൾ പലതാണ്, പല സ്പിരിച്വാലിറ്റി ആത്മീയതകളുമുണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ തന്നെ. സന്യാസപരമായ ജീവിതം, സമർപ്പിത ജീവിതമുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുന്നതുണ്ട്, ഇപ്പോൾ സുവിശേഷ സംഘത്തിൻ്റെ ജീവിതമുണ്ട്. പല പല സ്പിരിച്വാലിറ്റീസ് ഉപയോഗിക്കും. പക്ഷേ മാർഗം ഒന്നേ ഉള്ളൂ, അത് കർത്താവായ യേശു മിശിഹായാണെന്ന് തിരിച്ചറിവ് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് ആ ഒരു മാർഗത്തിൽ ജീവിക്കാം, അതാണ് വളരെ പ്രധാനപ്പെട്ടതായ കാര്യം. ഞാൻ കടന്നു വന്നപ്പോൾ നല്ല ബഹളമുള്ള പാട്ടുകളും ഇടികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആ ഒരു പാട്ട് ഓഫായി കഴിയുമ്പോൾ, സൗണ്ട് നിന്ന് കഴിയുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുക? എന്താണ് ഫീൽ ചെയ്യുക? പറ. നിങ്ങളിങ്ങനെ വലിയൊരു നമ്മളിവിടെ ചുറ്റുപാടും ബഹളങ്ങളാണല്ലോ, ഇങ്ങനെ ആഘോഷങ്ങൾ വരും. നമ്മളതൊക്കെ മധ്യേ നിന്നതിന് ശേഷം മാറി പെട്ടെന്ന് അത് ഓഫായി പോയി കഴിയുമ്പോൾ, കറണ്ട് പോയി കഴിയുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുക? ശാന്തതയാണോ ഫീൽ ചെയ്യുന്നത്? ശാന്തതയാണോ? മൂകതയാണ്. ശാന്തതയും മൂകതയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. കർത്താവ് മൂകനെ സൗഖ്യമാക്കുക, ശാന്തനെയല്ല, നിശബ്ദനെയല്ല കർത്താവ് സൗഖ്യമാക്കും, മൂകനെ. ബഹളങ്ങളുടെ മധ്യേ ശ്മശാന മൂകത എന്ന് കേട്ടിട്ടുണ്ടോ? സെമിത്തേരിയിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മൂകതയാണ്, അത് നിശബ്ദതയല്ല. ബഹളങ്ങളുടെ മധ്യേ ഒരിക്കലും നമുക്ക് ദൈവത്തെ കണ്ടെത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് സങ്കീർത്തകൻ 46:10 പറയുന്നത്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. അപ്പം തിരുനാളുകൾക്ക് ആഘോഷമാവാം, പക്ഷെ അതൊരിക്കലും നമ്മുടെ ശാന്തതയെ മുറിപ്പെടുത്താനായിട്ട് പാടില്ല. അത് തിരിച്ചറിയുക. അതിന് ആദ്യത്തെ ഭാഗം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. ആദ്യത്തെ പാഠമെന്ന് പറയുന്നത് 8-ാം അധ്യായം, മത്തായി ശ്ലീഹയുടെ സുവിശേഷം 8-ാം അധ്യായം അവസാന ഭാഗം. 2 പിശാച് ബാധിതർ കർത്താവിനെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ പിശാച് എന്നാ പറയുന്നത്? പിശാച് എന്നാ പറയുന്നത്? ഇവിടെ വായിച്ചിട്ടുള്ളതല്ലേ? അപ്പോൾ ഇല്ല, വായിക്കണ്ട. അവിടെ പറയുന്നു, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് ഇടപെടുന്നത്? ദൈവമേ, അവിടുത്തെ മാർഗങ്ങൾ എന്നെ പഠിപ്പിക്കണം, പാത കാണിച്ചു തരണം. ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതം വളരുന്നില്ലെങ്കിൽ നമ്മൾ ആരും രക്ഷ പ്രാപിക്കാൻ പോകും. നമ്മൾ കുർബാന കണ്ടു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടു എന്ന് ധരിക്കാനായിട്ട് പാടില്ല. ഒരു വിശുദ്ധൻ്റെ പ്രസംഗമുണ്ട്, അതോടെ പറഞ്ഞ് നിർത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, എന്നാലും ഒരു മൗറീസ് എന്നുള്ളതാണ് അവസാനത്തെ, ലെഗാർഡോ മൗറീസ് എന്നണ്ട ഒരു അൽമാൻ എനിക്ക് അയച്ചു തന്നതാണ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധൻ കുറേ ശുശ്രൂഷകൾ ചെയ്തതിന് ശേഷം വിശുദ്ധൻ്റെ ആപട്ടനോട് പറഞ്ഞു, ഞാൻ പോവുകയാണ്, മരുഭൂമിയിലേക്ക് പ്രായശ്ചിത്തത്തിന് വേണ്ടി പോകുന്നു. കുറേ പ്രായശ്ചിത്തം ചെയ്ത് കഴിയുമ്പോൾ മരിക്കുന്നു. മരിച്ചു കഴിഞ്ഞ് ഈ വിശുദ്ധൻ വന്ന ആപട്ടൻ്റെ അടുത്ത് പറയുന്നതാണ്, ഞാൻ മരിച്ചപ്പോൾ ഏകദേശം 33,000 ആത്മാക്കൾ ഉണ്ടായിരുന്നു. പറഞ്ഞാൽ ലോകത്ത് 33,000 ആത്മാക്കൾ അതേ സമയം മരിച്ചു. ഞാനും ബെർണാഡും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. 3 പേർ വിശുദ്ധീകരണ സ്ഥലത്തേക്ക് പോയി, ബാക്കിയുള്ളവരെല്ലാം നരകത്തിലേക്ക് പോയി. അതിൽ അച്ഛന്മാരും മെത്രന്മാരും എല്ലാം പെടും. അങ്ങനെ പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നതല്ല ദൈവവിധി. തനത് വിധി എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? തനത് വിധി കേട്ടിട്ടുണ്ടോ? മരിക്കുന്ന സമയത്തുണ്ടാകുന്ന വിധിയാണ്.
നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ പ്രവൃത്തികൾ, അതാണ് 51-ാം സങ്കീർത്തനത്തിൽ പഠിപ്പിക്കുക. കർത്താവേ, എൻ്റെ പാപങ്ങൾ എൻ്റെ നേരെ ഇരിക്കുന്നു. അതിനാണ് നമ്മൾ പ്രായശ്ചിത്ത ജീവിതം നയിക്കണമെന്ന് പറയുന്നത്. കുമ്പസാരിച്ചത് കൊണ്ട് മാത്രം പാപം പൂർത്തീകരിക്കപ്പെടുന്നില്ല. പാപത്തിൻ്റെ നമ്മൾ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കണം, പുണ്യങ്ങൾ അഭ്യസിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവസാന നിമിഷവും വഴിതെറ്റിപ്പോകാം. നമ്മൾ ജീവിക്കുന്ന ഒരു ലോകം അങ്ങനെയാണ്, കാണുന്നുണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ എൻ്റെ വിശ്വാസത്തിൽ എനിക്ക് അടിയുറയ്ക്കാം, എൻ്റെ ആത്മാവിൻ്റെ രക്ഷ എനിക്ക് ഉറപ്പിക്കാം. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ എനിക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾക്കേ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടിയാണ് തിരുനാളും ഓർമ്മ തിരുനാളും എന്നൊക്കെ പറയുന്നത്. പിതാക്കന്മാർ ജീവിച്ച ആ ഒരു വിശ്വാസം, കാണിച്ചു തന്ന വിശ്വാസം, എൻ്റെ ജീവിതം ക്രിസ്തുവിനുള്ളതാണ്, ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്ന് പ്രഘോഷിക്കുകയും അവൻ പഠിപ്പിച്ചതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുമ്പോൾ ചെയ്യുക, അതിനുള്ള അനുദിനമുള്ള പ്രായശ്ചിത്തമാണ് നമ്മുടെ ജീവിതം. അപ്പം അതിനായിട്ട് സർവശക്തൻ നിങ്ങളെ ഒരുക്കട്ടെ. തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നേരുന്നു. കൂടുതലായിട്ട് ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക, ആ ഒരു അനുഭവത്തിലേക്ക് വരാൻ ദൈവം ഈ തിരുനാളിലൂടെ നിങ്ങളെ സഹായിക്കട്ടെ. നിത്യം വാഴുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, സ്നേഹപൂർവ്വം ഞങ്ങളെ നീ ഓർമ്മിച്ചു കൊള്ളണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും ആർദ്രതയുടെയും പരിമരം അവരുടെ അസ്ഥികളിൽ കളിക്കണമേ. കർത്താവേ, കർത്താവ് മഹത്വത്തിന്റെ നാഥമായ മിശിഹാരാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ പാപപരിഹാരകരം ആകണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ഞങ്ങളുടെ സഹായത്തിന് എഴുന്നള്ളണമേ. ഞങ്ങളെ രക്ഷിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും ഞങ്ങളിൽ നിന്നും നീക്കിക്കളയണമേ. കർത്താവേ, സമാധാനപ്രിയർക്കുള്ള നല്ല അന്ത്യത്തിന് അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കെപ്പോഴും സമർപ്പിക്കും. ദൈവമായ കർത്താവേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദിവ്യബലി അനുഷ്ഠിക്കപ്പെടുന്ന ഈ സമയത്ത് നിന്റെ ബലിപീഠത്തിന്റെ സന്നദ്ധിയിൽ വന്നുകൂടി നിന്റെ മഹാകരുണ പ്രതീക്ഷ നിൽക്കുന്ന നിന്റെ ദാസരെ നീ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹായുടെ നൽവരം ഇവർക്ക് അയച്ചു കൊടുക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരവും പാപപരിഹാരപ്രദമായ രക്തം സ്വീകരിക്കുവാൻ യോഗ്യരാകുവാൻ തക്കവണ്ണം ഇവരുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ശുദ്ധീകരിക്കണമേ. സ്നേഹം ഐക്യമത്യവും ഇവരെ അണിയിക്കണമേ. സമാധാനവും ശാന്തിയും ഇവരുടെ ഇടയിൽ വാഴുവാൻ ഇടയാകണമേ. ശിക്ഷകളിൽ നിന്നും ക്രോധത്തിന്റെ ദണ്ഡനങ്ങളിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ. നിന്റെ പരിശുദ്ധ പുരുഷാൽ ഇവരെ നീ കാത്തുകൊള്ളണമേ. നിന്റെ രണ്ടാമത്തെ വരവിൽ നിന്റെ വലത്ത് ഭാഗത്തുള്ള ഉത്കൃഷ്ടമായ നിലയ്ക്ക് ഞങ്ങളെ ഞങ്ങളുടെ പരേതരെയും യോഗ്യരാക്കണമേ. ബലഹീനമായ ദാസനേറ്റു പറയുന്നു, Bro, Kalisho.
തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെ ജീവിക്കുന്ന കർത്താവും പിതാവിനോടുകൂടെ പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്ത്രീയന്മാരും മുഖാന്തര സംസാരിച്ചവരുമായി ജീവനും നിശ്ചയമുള്ള ഏകലോകമായും പരിപാലിക്കുന്ന ലോകത്തിലെ തുതി ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യാചിക്കേണ്ടും സമയമിതാ, മോചിക്കും നാഴികയിതുതാ. ഇതു നമസ്കാരത്തിൻ ബാരിക്കുമ്പോൾ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമരത്താൽ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകി കർത്താവിൻ സ്വനാമത്തിൽ വാസം ചെയ്തിടുന്നു. തമ്മിൽ ചിന്തിക്കണം. നമ്മെ കാത്തിരുന്നാലും തൻ സ്ലോയം നൈശ്ചര്യോയും നമ്മെ കാത്തിരുന്നാലും കർത്താവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിമുഖാന്തരം അശുദ്ധമായ അവരും ഭയഭക്തിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടെ നിന്ന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിവ്യവും പരിശുദ്ധവുമായ കൃപാനയെ ശ്രദ്ധിക്കണം. എന്നാൽ നമുക്കെല്ലാവർക്കും വേണ്ടി ജീവനുള്ളവരെ സകലത്തിനെയും ഉടയവനായ പിതാവായ ദൈവത്തിന് രമ്യതയും സമാധാനത്തിനും അർപ്പിക്കപ്പെടുന്നു. ഈ കൃപായ അനുഗ്രഹവും സമാധാനവും ബലിയും സ്തോത്രവും ആകുന്നു. സ്നേഹം ഏകജാതന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംസർഗവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നാളുകളുടെ മേലും എന്നേരം ഉണ്ടായിരിക്കട്ടെ. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടുകൂടി കർത്താവിന് സ്തോത്രം നൽകുന്നത് യുക്തവും ന്യായവും ആകുന്നു. കർത്താവേ, വിശുദ്ധ മാലാഖമാരോട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ശുദ്ധൻ 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 സർവശക്തൻ സർവശക്തൻ
ചെയ്യുന്നു. ശേഷം കസായെടുത്ത് സ്തോത്രം ചെയ്തു. അപേക്ഷിക്കുന്നു. സർവശക്തിയുള്ളതായ ദൈവമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വീകരിക്കുന്ന ബലഹീനരും പാപികളുമായ എൻ്റെ ഈ ദാസൻ നന്ദി പറഞ്ഞു. സകലത്തെക്കുറിച്ചും സകലത്തിനും വേണ്ടി കാരുണ്യവാനായ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ പിതാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയെ ആശീർവദിച്ച് ഞങ്ങളുടെ ദൈവമായ മിശിഹായെ ശരീരമാക്കി മാറ്റണമേ. ഞങ്ങളുടെ ദൈവമായ മിശിഹായുടെ രക്തമാക്കി പൂർത്തിയാക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ സമാധാന ചിത്തരാക്കി തീർക്കണമേ. അസൂയാലുകളുടെയും ശത്രുക്കളുടെയും ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യമോഷ്ടമതിയും ഭാഗ്യവതിയും അനുഗ്രഹീതയെയും ദൈവമാതാമായ മറിയാമിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ദിവ്യന്മാർ ശ്രീഹന്മാർ പ്രസംഗർ എവെങ്കേലിസന്മാർ സഹദേന്മാർ മോദനന്മാർ എന്നിവരെ നാം ഓർമ്മിക്കണം. അവരുടെ അപേക്ഷ നമുക്ക് കോട്ടയാക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധരുടെ സംരക്ഷണയിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും അവരുടെ സംഘങ്ങളിൽ ഞങ്ങളെ ചേർക്കുകയും ചെയ്യണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗ്യമോർക്കിട്ടുള്ളാത്തവും സ്ലൈഹികവും ഏകമായ സ്ത്രീശ്വാസത്തെ പാലിച്ച് നമുക്ക് ഏൽപ്പിച്ചുകൊണ്ടുള്ള സകലവിശുദ്ധാക്കന്മാരെ അംഗീകരിക്കപ്പെട്ട മെൽപ്പാന്മാരെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശുദ്ധ പിതാക്കന്മാരുടെ സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. പരിശുദ്ധാത്മപ്രേരിതരായവർ പഠിപ്പിച്ച വിശ്വാസ സത്യങ്ങൾ ഞങ്ങളിൽ ഉറപ്പിക്കണമേ. അവരോട് ചേർന്ന് ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും മരിച്ച് നമ്മിൽ വേർപെട്ടു വയസ്സാലിനെയും നാം ഓർമ്മിക്കണം. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ രാജ്യത്തിൽ ചേർക്കൊള്ളുവാനുമായി കർത്താവിനോട് നാം പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറേലായിസോൻ എന്ന് ചൊല്ലണം. കർത്താവേ, മരിച്ചുപോയ വിശ്വാസികളുടെ തെറ്റുകൾ നീ കർശനമായി പരിശോധിക്കല്ലേ. എന്നാൽ ശരീരങ്ങളായവരിൽ നിന്ന് ഏകപുത്രനല്ലാതെ പാപരഹിതനായി മറ്റാരുമില്ല. അവൻ മുഖാന്തരം ഞങ്ങൾക്കും അവർക്കും കരുണയും പാപമോചനവും ലഭിക്കുവാനായി അവനിൽ തന്നെ ഞങ്ങൾ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെയും നാമത്തോടുകൂടെ ഞങ്ങളാൽ ഞങ്ങൾ മുഖാന്തരവും ഞങ്ങൾ
സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. മഹോന്നത ദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായുടെ കൃപ എന്റെ സഹോദരങ്ങളെ നാം എല്ലാവരുടെ മേലും എന്നേരവും ഉണ്ടായിരിക്കട്ടെ. വിനയപൂർവം തന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായി ഞങ്ങളുടെ വായുകളും ആധരങ്ങളും തുറന്നു തരണമേ. ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കുകയും ബുദ്ധിയെ മനസ്സിനെയും നിർമ്മലമാക്കുകയും ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, ഞങ്ങളുടെ ബലഹീനതയിൽ എപ്പോഴും നീ ഞങ്ങൾക്ക് സഹായം പിന്തുണയും പരീക്ഷകൾ സംരക്ഷകനും ഉദ്ധാരകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിനക്കുള്ളതാകും. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും എപ്പോഴുമെല്ലാ സമയത്തും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അർപ്പിക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങളെ കൈക്കൊള്ളുന്നതിന് മുമ്പ് കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവേ, ദൃശ്യമായ നിന്റെ വലത്ത് കൈ നീട്ടി ഞങ്ങളെ എല്ലാവരെയും ആശീർവദിക്കണമേ. നിന്റെ ഏകജാതന്റെ ശരീരത്തിലും രക്തത്തിലും വിശുദ്ധിയോടുകൂടെ പങ്കെടുക്കുവാൻ തക്കവണ്ണം പാപത്തിന്റെ എല്ലാ പൈശാചിക ഫലങ്ങളിൽ നിന്നും ഞങ്ങളെ വിമുക്തരാക്കണമേ. അവൻ മുഖാന്തരവും അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധാത്മാവിലും എപ്പോഴുമുള്ള സമയത്ത്
എന്നേക്കുമുള്ളതും സൃഷ്ടിയല്ലാത്തതുമേയായ ആദിന്യമില്ലാത്തതും വന്ദിക്കുന്നതും സർവ്വസമമായിരിക്കുന്നതുമായ പരിശുദ്ധ ത്രിത്വത്തിന്റെ കൃപയും കരുണയും എന്റെ സഹോദരങ്ങളെ നാം എല്ലാവരുടെ മേലും എന്നേരം ഉണ്ടായിരിക്കട്ടെ.
കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരരുടെ ആഗ്രഹോ. ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ മാറുമോ. മൻമൂലം വാതാവിൽ പോലും ഒലിവിലാമേ. മരണമടഞ്ഞൊരു ദാസനെ ആദിമുതൽ തലമുറകൾ മുഴുവൻ തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യ നവീകരണത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവപുത്ര, പാപപരിഹാരപ്രദമാകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസരിലേക്ക് പാപപരിഹാരം ഇറങ്ങുമാറാകണമേ. കടകളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഭാഗ്യമുള്ള മുഖപ്രസന്നതയ്ക്കുമായി നിന്റെ വിലയേറിയ ശരീരത്തിൽ സ്വീകരിക്കുന്ന എന്റെ ആരാധകരുടെ സംഘത്തെ നീ ആശീർവദിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിഹായാകുന്ന ദൈവത്തിന്റെ കരുണ ഈ വിശുദ്ധ വസ്തുക്കൾ വഹിക്കുന്നവരിലും കൊടുക്കുന്നവരിലും സ്വീകരിക്കുന്നവരിലും ഉണ്ടായിരിക്കട്ടെ. ഇവയെ താല്പര്യപൂർവ്വം സംബന്ധിച്ചവരിലും സംബന്ധിക്കുന്നവരിലും പരിശുദ്ധ ത്രിത്വത്തിന്റെ പ്രതീക്ഷയും രണ്ട് ലോകങ്ങളിലും എന്നേക്കും ശരീരപ്പെടുമാറാകട്ടെ.
സുതനെ ചെയ്യോ നാട്ടി വരത്തെ കുഞ്ഞാടതിനെ ജനിപ്പിച്ചൊരു വരം ഉണ്ടായ ഞങ്ങളുടെ ശിക്ഷാധികാരമായി തീരരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കും നിത്യജീവൻ. നിങ്ങൾ പ്രാപിച്ച അനുഗ്രഹത്തോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്ക് കരുണയ്ക്കുമായി ഞങ്ങൾ നിങ്ങളെ വരവേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുകയാണ്. ദൂരസ്ഥരും സമീപസ്ഥരും മരിച്ചവരും ജീവിക്കുന്നവരും കർത്താവിന്റെ ജയമുള്ള സ്ലീഹായ രക്ഷിതരും പരിശുദ്ധ മാമോദിസയുടെ ഊഷ്മയാൽ മുദ്രിതരുമേ, ഈ പരിശുദ്ധ തത്വം നിങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കും, കടങ്ങൾ പരിഹരിക്കും, നിങ്ങളെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ബലഹീനനും പാപിയുമായ ദാസൻ നമ്മുടെ പ്രാർത്ഥനകളാൽ അനുഗ്രഹം കരുണയും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടുകൂടെ പോകുകയും നേരവും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. ഞങ്ങൾക്ക് വളരെ പരിചയമുള്ള പ്രിയ ബ്രീട്ടോ അച്ഛനായിരുന്നു ഇന്നത്തെ മുഖ്യ കാർമ്മികൻ. മൂകതയെക്കുറിച്ചും ശാന്തതയെക്കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. മൂകത ദുഃഖമാണ്, മരണ വീട്ടിൽ ചെന്നാൽ ദുഃഖമാണ്, ഓപ്പറേഷൻ വാർഡിൽ ചെന്നാൽ ദുഃഖമാണ്, ICU ചെന്നാൽ ദുഃഖമാണ്. എന്നാൽ ശാന്തത എന്ന് പറയുന്നത് വെടിപ്പും വിശുദ്ധിയും എവിടെയുണ്ടോ അവിടെ ശാന്തതയുണ്ട്, അവിടെയാണ് ദൈവം വസിക്കുക. ഈ പെരുന്നാൾ ആഘോഷം ശാന്തതയുടെ ഒരു അന്തരീക്ഷമായിട്ട് മാറണം. അത്തരത്തിൽ അതിനെ കാണുമ്പോഴാണ് നമ്മുടെ എല്ലാ അപേക്ഷകൾക്കും മധ്യസ്ഥ പ്രാർത്ഥനകൾക്കും ദൈവം കൃപ നൽകുന്നത്. ബ്രീട്ടോ അച്ഛൻ ബദനി സന്യാസ സഭാംഗമാണ്. പൂന ബദനി ആശ്രമത്തിൽ അദ്ദേഹം അംഗമായിട്ട് കഴിയുന്നു. ഏതാനും നാൾ മുമ്പ് അദ്ദേഹം PhD ബിരുദമെടുത്തു. പേപ്പൽ സെമിനാരോട് ചേർന്നുള്ള പേപ്പൽ അത്തനെയും
എന്നറിയപ്പെടുന്നത് ജ്ഞാനദീപം. അവിടെ അഡ്മിഷൻ എടുത്ത് ഒരു പ്രത്യേകമായ വിഷയം തിരഞ്ഞെടുത്ത് ഗവേഷണം നടത്തി അത് സമർപ്പിച്ചു. ആധികാരികമായി അതിന് അംഗീകാരം കിട്ടി. അങ്ങനെയാണ് ഡോക്ടറേറ്റ് ബിരുദം നൽകപ്പെടുക. അച്ഛൻ്റെ പഠനവും ത്യാഗവും ഈ ബിരുദത്തിന് വളരെ അർഹത തെളിയിച്ചു എന്നുള്ളതാണ് അത് വിലയിരുത്തിയ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അച്ഛനെ അറിയിക്കുന്നു. കൂടാതെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചതിന് ഇടവേള പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദിയും അറിയിക്കാം. ശനി ജനുവരി 24 രാവിലെ 9 മുതൽ 12 വരെ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ ബൈബിൾ പാരായണവും വിശുദ്ധ കുമ്പസാരവും ഉണ്ടായിരിക്കും. 9 മണിക്ക് തുടങ്ങി 12 മണിക്ക് അവസാനിക്കുന്നു. ഓരോ സംഘടനയ്ക്കും 20 മിനിറ്റാണ് നൽകിയിരിക്കുന്നത്. ഭാഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 3-4, അതിനുശേഷം MCYM 9:20 മുതൽ 9:40 വരെ. വായിക്കേണ്ട അധ്യായങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 5, 6, 7. തുടർന്ന് MCA 9:40 മുതൽ 10 വരെ. വായിക്കേണ്ട ഭാഗങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 8, 9, 10. അതിനുശേഷം മാതൃവേദി 10 മുതൽ 10:20 വരെ. അധ്യായങ്ങൾ 11, 12, 13, 14. അതിനുശേഷം ലീജിയൻ 10:20 മുതൽ 10:40 വരെ. വായിക്കേണ്ട അധ്യായങ്ങൾ 15, 16, 17, 18. ഈ കൊല്ലത്തെ റാസയും നമ്മുടെ ബൈബിൾ പാരായണത്തെ ആശ്രയിച്ചിരിക്കുന്നു. നന്നായിട്ട് വന്ന് വായിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ നേടുക. ശാന്തമായ അന്തരീക്ഷത്തിൽ വായിച്ച് ശാന്തതയിൽ ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മുടെ കോന്നി വൈദ്യ ജില്ലാ വികാരി അച്ഛൻ പ്രിയ കൈതോൺ അച്ഛൻ തിരുനാൾ റാസ സന്ദേശം നൽകുന്നു. തുടർന്ന് റാസ ആരംഭിക്കുന്നു 7 മണിക്ക്. പള്ളിയിൽ നിന്നിറങ്ങി പടപ്പയ്ക്കൽ ജംഗ്ഷനിൽ ചെന്ന് അവിടുത്തെ കുരിശടിയിൽ ധൂപപ്രാർത്ഥന നടത്തി മടങ്ങി രാധാപ്പടി വഴി കൊല്ലംപടി കുരിശടിയിൽ പ്രാർത്ഥന നടത്തിയിട്ട് പള്ളിയിലേക്ക് മടങ്ങി വരുന്നു. റാസ ചിട്ടയും ക്രമവും ഉള്ളതായി തീരുവാൻ ചിലരെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. കമ്മിറ്റി യോഗത്തിൽ ചുമതല ഏൽപ്പിക്കുകയുണ്ടായി. KK വർഗീസ്, മോനിക്കുട്ടി, അപ്പൂസ്, സാറാമ്മ. പാട്ടൊക്കെ പാടിയത് ഷൈജു പാട്ടുകാരനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കഴിഞ്ഞ ദിവസം മനസ്സിലായി. ഞാൻ അന്വേഷിച്ചപ്പോൾ പാട്ടുകാരുടെ ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പലയിടത്തായിട്ടൊക്കെ പോയി. അത് ജീവിതമാർഗമാണ്. എങ്കിൽ തന്നെയും ഈ കൊല്ലം അവർ സമയത്തിനെത്തി. അല്പം ആശങ്കയുണ്ടായിരുന്ന പെരുന്നാളിൽ നടക്കുമോ, എങ്ങനെ നടത്തും, ചെറുപ്പക്കാരില്ല, കുട്ടികളില്ല, പ്രായം ചെന്നവർ മാത്രമേ ഉള്ളൂ. പക്ഷെ സമയമായപ്പോൾ എല്ലാവരും അടുത്തുകൂടി. ഷൈജുവും വന്നു. ഷൈജു നാളെ പോവുകയാണ്. പോകുന്നതിന് മുൻപ് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് കാപ്പാസിറ്റി മേടിച്ച് തന്നു. ഇന്നത്തെ കുർബാനയ്ക്ക് പാട്ടൊക്കെ പാടി. വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൂരെ പോയിട്ടുള്ള യുവജനങ്ങളൊക്കെ സമയമാകുമ്പോഴൊക്കെ വരിക. ഇതൊരു കൂടി വരവ് കൂടിയാണ്. പെരുന്നാളിനൊക്കെ വന്ന് ഒന്ന് സമ്മതിച്ചിട്ടൊക്കെ പോവുക. നിങ്ങളില്ലെങ്കിൽ കാര്യങ്ങൾ വേണ്ടതുപോലെ നടക്കുകയില്ല. അതുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള നന്ദി എല്ലാവരെയും പറയും. പുത്തുപ്പേടി ഇടകൾ വെച്ച് രൂപത ദിനം ആചരിക്കുന്നു. എൻ്റെ ഒരു കാരണം പത്തനംതിട്ട നമ്മുടെ പുനരീക പ്രസ്ഥാനത്തിന് മുമ്പ് തന്നെ അവിടുത്തെ കുറേ ആളുകൾ കത്തോലിക്ക സഭയിലേക്ക് ചേർന്ന് 100 കൊല്ലം പൂർത്തിയാവുകയാണ്. അതിൻ്റെ ഒരു ആഘോഷം കൂടി അവിടെ ഉണ്ട്. നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. പോകാൻ ആഗ്രഹമുള്ളവർക്ക് പോകാം. ഞാൻ പോകുന്നില്ല, പോകാനുള്ള സമയമില്ല. സൺഡേ സ്കൂൾ അധ്യാപകർക്കും നാളെ ക്ലാസ് വെച്ചിട്ടുണ്ട്. പോകുന്നില്ല, നോക്കിയിരിക്കുക. പോകാതിരിക്കാനുള്ള അവസരത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ വീട് കിട്ടിയ ഔഷധം പോലെ വല്ലല്ല, വീട് കിട്ടിയ ഔഷധം പോലെ. ഓക്കെ. അപ്പോൾ നാളെ നമ്മുടെ ഭദ്രാസനത്തിൻ്റെ രൂപതാ ദിനമായിട്ട് ആചരിക്കുന്നു. പുതിയ മെത്രാന്മാർക്കൊക്കെ പ്രത്യേക അനുമോദനം കൊടുക്കുന്നുണ്ട്. പോകാനൊത്തില്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളെക്കാൾ മുമ്പ് അവിടെ
കത്തോലിക്ക സഭ കൊണ്ടും നമ്മുടെ മലങ്കര കത്തോലിക്ക അവർക്ക് വലിയ അഭിമാനമാണ്. 100 കൊല്ലം തികഞ്ഞതിൻ്റെ. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അവരുടെ മധ്യസ്ഥനാണ് സെബസ്ത്യാനോസ്. ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നാം എല്ലാവരുടെ മേലും ഭവനങ്ങളുടെ മേലും